guys, welcome back to my YouTube channel. ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കൂ, ഞാൻ യൂട്യൂബിൽ കൂടി ആൻസർ പറയാമെന്ന് പറഞ്ഞിട്ട് ഒക്കെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് ആൻസർ പറയാനാണ് ഗൈസ് ഇവിടെ വന്നിരിക്കുന്നത്. ബുക്കിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ വേറെ ഫോണില്ല, അതാണ് സത്യം. ഒരു 15-16 ക്വസ്റ്റ്യൻസ് ഉണ്ടോ. ഒരു ബസ് കാണിക്കണം. നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ റിയൽ നെയിം? എൻ്റെ ഒറിജിനൽ പേര് പറയാനാണ്. കുറേ പേർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നോ 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 ഉള്ള പിള്ളേർക്ക് വന്നിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നോ ചേച്ചി എന്നാണ് പേര്. അപർണ തുളസി ഉള്ളത്. എൻ്റെ വയസ്സാണ്, എനിക്ക് എത്ര വയസ്സായി എന്നാണ്. എനിക്ക് ഞാൻ കറക്റ്റ് ആൻസർ പറയാനുള്ള 80 to 22 ഇതിനകത്താണ് എൻ്റെ വയസ്സ്. നിങ്ങൾ ഗസ് ചെയ്തിട്ട് പറയണം. പിന്നെ എൻ്റെ ബർത്ത്ഡേ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. September 5th ആണ് എൻ്റെ ബർത്ത്ഡേ. ടീച്ചേഴ്സ് ഡേയുടെ അന്ന്. വേർ ഈസ് യുവർ പ്ലേസ്? എൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം. പിന്നെ എന്താ പഠിക്കുവാണോ? എന്താ പഠിക്കുന്നത്? യെസ്, ഞാൻ പഠിക്കുവാണ്. ഞാൻ BA സോഷ്യോളജി സ്റ്റുഡൻ്റ് ആണ്. പിന്നെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ എല്ലാ ഗേൾസിനും ബോയ്സിനും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കമ്മിറ്റഡ് ഓർ സിംഗിൾ? സത്യം പറഞ്ഞാൽ ഇത് ക്രിഞ്ചായി ഗൈസ്. സോ ഞാൻ ഇത് എന്തിനാ എടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഞാൻ ആൻസർ തരൂല. പിന്നെ എന്തിനാ ഈ ക്വസ്റ്റ്യൻ എടുത്ത് നീ എന്ന് ചോദിക്കുകയാണ് അവരടുത്ത്. ഇനി മേലും അതിലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു പോകല. വീഡിയോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ? വീഡിയോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വീട്ടിലാണെങ്കിൽ അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ്. ഇപ്പൊ യൂട്യൂബിൽ ഈ വീഡിയോസ് ചെയ്യാനും കാരണം ഞാനൊന്നല്ല, എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണമെന്നൊന്നും ഇഷ്ടമൊന്നും അല്ലേന്ന് ഗൈസ്. അമ്മയാണ് പറഞ്ഞത്, ഇടി എല്ലാവരും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നു, യൂട്യൂബിൽ വീഡിയോ ഇട്ടാലേ ആരെങ്കിലും കാണത്തുള്ളൂ കൊച്ചേ, ഇങ്ങനെയൊക്കെ അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോഴും ഞാൻ എനിക്ക് യൂട്യൂബിൽ ഇൻസ്റ്റയിൽ തന്നെ എങ്ങനെയൊക്കെയാണ് വീഡിയോ കഷ്ടപ്പെട്ടിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വീഡിയോ എഡിറ്റിംഗ് ആരാ ചെയ്യണേ? ഞാൻ തന്നെ. വീഡിയോ എഡിറ്റിംഗ് എല്ലാം യൂട്യൂബിൽ, ഇൻസ്റ്റയിൽ, റീൽസ് എല്ലാം ഞാൻ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യണത്. അതിനെ എനിക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത്. വീഡിയോ എടുക്കാൻ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാ? ഇത് ഇരിക്കുന്ന ഫോൺ Vivo T3X, ഇതാണ് എൻ്റെ ഫോണിൻ്റെ നെയിം. വീഡിയോ എഡിറ്റിംഗ് ആൻഡ് ക്വാളിറ്റി കൂട്ടാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാ? ഇത് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിട്ട് വന്നു, കമൻ്റ് ആയിട്ട് വന്നു, കുറേ പേര് ചോദിച്ചു. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് CapCut ആണ്. അതുപോലെ ക്വാളിറ്റി കൂട്ടുന്ന ആപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കാം. വീഡിയോ ഒക്കെ ക്വാളിറ്റി ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇത് എങ്ങനെയാണ് വീഡിയോ ക്വാളിറ്റി കൂട്ടുന്നത്. അപ്പോൾ അവരെനിക്ക് പറഞ്ഞ ആപ്പാണ് വിങ്ക് എന്ന് പറഞ്ഞൊരു ആപ്പ്. അത് നമ്മൾ കിട്ടില്ലും ക്വാളിറ്റിയാണ്. വീഡിയോ ക്വാളിറ്റി കൂട്ടി വരുമ്പോൾ സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി സാധനമാണ്. വീഡിയോ എഡിറ്റ് ചെയ്യണതും ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത, ഫ്രണ്ട്സിൽ ആരാ വീഡിയോ എടുക്കാൻ കൂടുതൽ സപ്പോർട്ട്? ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത് ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് രഞ്ജിത ചേച്ചിയാണ് എന്നെ ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത്. രാവിലെ കൂടി എനിക്ക് 2 യൂട്യൂബിലെ വീഡിയോ എടുത്ത് അയച്ചെന്നിട്ട് പറഞ്ഞു ട്രൈ ചെയ്ത് നോക്ക്, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ എന്നെ ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത് രഞ്ജിത ചേച്ചിയാണ്. ചേച്ചിയുടെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ക്വസ്റ്റ്യനാണ്, ആക്ടിങ് ഇഷ്ടമാണോ? അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഗസ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ വേടനെ പറ്റി പറയുമോന്ന്. ഇതാരാ വേടനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടോ. ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് വേടൻ. പുള്ളിക്കാരൻ്റെ പാട്ട്, പുള്ളിക്കാരൻ്റെ ചിന്തകൾ, പുള്ളിക്കാരൻ്റെ പൊളിറ്റിക്സ് എല്ലാം എവരിത്തിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേടനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് അബൌട്ട് യുവർ ഫോൺ. എൻ്റെ ഫോണിനെ പറ്റി എന്ത് പറയും? എൻ്റെ ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ, ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും വേടൻ്റെ ഫോട്ടോ തന്നെയാണ്. ഫോണിൻ്റെ റിംഗ് ടോണും വേടൻ്റെ പാട്ട് തന്നെയാണ്. ആന എന്ന് പറയുന്ന പാട്ടാണ് ഇട്ടിക്കണം. ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 3 സാധനം: ഇൻസ്റ്റ, വാട്സപ്പ്, യൂട്യൂബ്. എൻ്റെ ഫോണിൽ ഉള്ള സോഷ്യൽ മീഡിയ, പിന്നെ എഡിറ്റ് ചെയ്യുന്ന കുറച്ച് ആപ്സ്, പിന്നെ മീഷോ, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ, അങ്ങനെ 2-3 ആപ്പ്, പിന്നെ ഗൂഗിളും ക്രോമും, പിന്നെ പിൻട്രസ്റ്റ് ഉണ്ട്.
എൻ്റെ പെണ്ണത്ത് എന്തുണ്ടെന്ന്. പിന്നെ വാട്സപ്പ് DP ഞാൻ പറഞ്ഞില്ല, അതും വേടൻ തന്നെയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഫോണിനകത്ത് അബൌട്ട് മൈ ഫോൺ. റീലൊക്കെ ചെയ്താൽ ഇൻസ്റ്റഗ്രാം പൈസ വല്ലതും തരുമോ? ഇത് ഉറപ്പായിട്ടും ഏതെങ്കിലും എൻ്റെ ഏജിനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ് കുറഞ്ഞ ആരെങ്കിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അല്ലെങ്കിൽ ചേച്ചി വലിയ യൂട്യൂബർ അല്ലേ, അപ്പൊ കാശൊക്കെ കിട്ടുമല്ലോ. വലിയ യൂട്യൂബർ അല്ലേ, നിങ്ങൾക്ക് വലിയ യൂട്യൂബർ അല്ലേ, കാശൊക്കെ കിട്ടുമല്ലോ. എത്ര നേരിട്ടും അല്ലാതെയും എന്നടുത്ത് പറയുന്ന കുറേ പേരുണ്ട്. അപ്പൊ ചോദിച്ചു ഈ ക്വസ്റ്റ്യൻ, റീൽസ് ഒക്കെ ചെയ്താൽ കാശ് വല്ലതും ഇൻസ്റ്റഗ്രാം വല്ല പൈസയും വല്ലതും തരുമോന്ന്. എനിക്ക് എത്ര കിട്ടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടോ, ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വരുന്ന എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഒരുമാതിരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, എത്ര കിട്ടും, വല്ലതും കിട്ടോ, ഇമാതിരത്തെ ചീപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. കിട്ടും. ഒരു 5 കോടി രൂപ എനിക്ക് കിട്ടി, കുറച്ചെല്ലാവർക്കും കൂടി ഞാൻ വിഘടിച്ച് തരാം കേട്ടോ, വിഷമിക്കണം. ഇതാരെ ചോദിച്ചെന്ന് എനിക്കറിയില്ല, DM വന്നാൽ മതി, ഞാൻ കാശ് അയച്ചു തരാം. ഓക്കെ. പിന്നെ വന്ന വേറൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, മാരേജ് കഴിഞ്ഞോ? അതെന്താ എൻ്റെ തന്നെ ചോദിച്ചെന്ന് എനിക്ക് അറിയൂല ഗൈസ്. എനിക്കണ്ട് തോന്നും കല്യാണം കഴിച്ചെന്ന് തോന്നും. ഓക്കെ, കല്യാണം കഴിഞ്ഞു ഗൈസ്. എടുക്കട്ടെ. ഇതാണ് എൻ്റെ മക്കള്. ഇത് ഇക്രു, ഇത് പിങ്കു, ഇല്ലെങ്കിൽ കണ്ടോളൂ. ഇതാണ് എൻ്റെ ബേബീസ്. ആരും കണ്ണു വെക്കല്ലേ. ഫേവറേറ്റ് ഫുഡ് എന്താ? മന്തി. പിന്നെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ്. ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു Q&A. വളരെ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ മനഃപൂർവ്വം എടുത്തതാണ് തിരുത്താൻ വേണ്ടിയിട്ട്. കാരണം എപ്പോൾ ഇട്ടാലും വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഈ കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ, പിന്നെ അതുപോലെ തന്നെ പൈസയുടെ കാര്യം, അത് ഞാൻ മനഃപൂർവ്വം എടുത്തതാണ്. സന്തോഷം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യം, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ലോങ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം, കമൻറ്റ് ചെയ്താൽ മതി. ടാറ്റ, ബൈ ബൈ.